നമസ്കാരം. MLA രാഹുൽ മാങ്കൂട്ടം അല്ല MLA എന്ന് കൂട്ടി വിളിക്കണോ വേണ്ടയോ എന്ന് ആദ്യമേ കോടതി സത്യം തെളിയിക്കട്ടെ. ഈ വ്യക്തിയെ വിജയിപ്പിച്ച് ഈ വ്യക്തിക്ക് വോട്ട് കൊടുത്ത ജനങ്ങളെ തന്നെയല്ലേ ഇദ്ദേഹം ദ്രോഹിച്ചിരിക്കുന്നത്. കല്യാണം വാഗ്ദാനം കൊടുത്തിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഗർഭപാത്രത്തിൽ കൊച്ചുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഗർഭചിത്രം ചെയ്യണമെന്ന് വാശി പിടിച്ച് ഗുളികയും അതിൽ നിന്ന് ഈ വ്യക്തിയെ എത്രയും പെട്ടെന്ന് ജയിലിൽ അടയ്ക്കണം. ഈ സ്ത്രീയെ ഇത്രയും സങ്കടപ്പെടുത്തി ഇത്രയും വേദനിപ്പിച്ച് സ്ത്രീത്വത്തിന് ഇത്രയും വില കൊടുത്ത് വൃത്തികെട്ടവനെ എത്രയും പെട്ടെന്ന് ജയിലിൽ അടയ്ക്കണം തന്നെയല്ലേ നമുക്ക് ചെയ്യേണ്ടത്. ഇദ്ദേഹത്തിനെ എങ്ങനെ ആരോപിതൻ എന്ന് വിളിക്കാൻ സാധിക്കും? എങ്ങനെ അക്യൂസ് എന്ന് പറയാൻ സാധിക്കും? ഇദ്ദേഹം തെറ്റുകാരൻ തന്നെയാണ്. നമ്മൾ ചോറുണ്ണുന്ന മനുഷ്യരെ നമുക്ക് ഈ ന്യൂസ് ചാനലിൽ കൂടെ നമുക്ക് വാർത്ത കേൾക്കുമ്പോൾ നമ്മൾ ചോറുണ്ണുന്ന നമുക്കറിയാം ഇദ്ദേഹം തെറ്റുകാരനാണോ അല്ലയോ എന്നുള്ളത്. വ്യക്തമായിട്ട് എവിടെ നിന്നാണെങ്കിലും ഞാൻ പറയും ഇദ്ദേഹം തെറ്റുകാരൻ തന്നെയല്ലേ. ഇത്രയും വൃത്തികേട് ഇത്രയും മ്ലേച്ഛമായ ഒരു MLA ഇത്രയും ജനങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്ത് ഇലക്ഷന് വഴി ഇദ്ദേഹത്തിന് വോട്ട് കൊടുത്ത് വിജയിപ്പിച്ചു കഴിഞ്ഞപ്പോൾ മനുഷ്യരെ ദ്രോഹിക്കുന്ന ഈ മനുഷ്യനെ എത്രയും പെട്ടെന്ന് ജയിലിൽ തന്നെ അടയ്ക്കണം. ഇത്രയധികം കുറ്റം രാഹുൽ ഈശ്വർ ചെയ്തിട്ടുണ്ടോ? രാഹുൽ ഈശ്വർ ചെയ്തിട്ടുള്ളത് പുള്ളിയുടെ അഭിപ്രായം യൂട്യൂബ് ചാനലിൽ ഉള്ള പോളിസി അനുസരിച്ച് ഒരു വിഷയമില്ല. നമ്മളെ ഒപ്പീനിയൻ നമുക്ക് എവിടെ വേണമെങ്കിലും യൂട്യൂബിൽ തുറന്നു പറയാൻ സാധിക്കും. പക്ഷെ പുള്ളി ചെയ്ത തെറ്റെന്താണെന്ന് നമുക്ക് ഈ വോയിസിൽ നിന്ന് നമുക്ക് ഈ വീഡിയോ പല ന്യൂസ് ചാനലിൽ കൂടെ പുള്ളി എന്താണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഈ വേദന അനുഭവിക്കുന്ന ഈ സ്ത്രീയെക്കുറിച്ച് പല ഐഡന്റിറ്റി ആയിട്ട് ചില രീതികളായിട്ട് പുള്ളി സംസാരിക്കുന്നു. അതാണ് പുള്ളി ചെയ്ത തെറ്റ്. അത്രയും പെട്ടെന്ന് പുള്ളിയെ ജയിലിൽ അടയ്ക്കാൻ പറ്റുമെങ്കിലും ഈ ഇത്രയും വലിയ ദ്രോഹം മനുഷ്യനെ ദ്രോഹിക്കുന്ന ഈ വ്യക്തിയെ എന്തുകൊണ്ട് MLA ആയതുകൊണ്ടായിരിക്കും അല്ലേ, പൊളിറ്റീഷ്യൻ ആയതുകൊണ്ടായിരിക്കും ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഇദ്ദേഹത്തിനെ ജയിലിൽ എന്തുകൊണ്ട് അടയ്ക്കുന്നില്ല? പല സംസ്ഥാനങ്ങളിലൂടെ ഊരി തന്നെ നടക്കുവാണ് ഇദ്ദേഹം. പോലീസിന്റെ പിടി വീഴാതെ ഊരി തന്നെ നടക്കുവാണ്. എന്തുകൊണ്ട് എത്രയും പെട്ടെന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ ജയിലിൽ അടയ്ക്കുന്നില്ല? ആ സ്ത്രീ എത്രയോ ദ്രോഹം എത്രയോ വേദന അനുഭവിക്കുന്ന ഓരോ നിമിഷവും നമ്മൾ ആ സ്ത്രീയുടെ വോയിസും പല വോയിസ് ക്ലിപ്പ് നമ്മൾ പലതും കേട്ടിട്ടുണ്ട് അല്ലേ. അതിലൊക്കെ നമുക്ക് കേൾക്കാൻ സാധിക്കും എന്തുമാത്രം ദ്രോഹം എന്തുമാത്രം വേദന അനുഭവിക്കുന്നു ആ സ്ത്രീയെ. നമുക്ക് ആ രാഹുൽ ഈശ്വർ ആ പല മീഡിയകളിൽ നിന്ന് സംസാരിക്കുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം. ഇത്രയും നേരം വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ആ പെൺകുട്ടി പറഞ്ഞ കള്ളമാണെന്ന് എനിക്ക് ജനങ്ങളെ കാണിക്കാൻ കഴിയില്ല. കാരണം പക്ഷേ സ്മൃതിജിക്ക് വ്യക്തിപരമായി ഞാൻ വാട്സപ്പിൽ അയച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് പ്രേക്ഷകർ സ്മൃതിജിയോട് ചോദിച്ചാൽ മതി. 4 ദിവസമേ ഉള്ളായിരുന്നു കല്യാണം. 1 മാസത്തിന് കല്യാണം ഒഴിഞ്ഞെന്നൊരു പരിപാടി പോലും ഇല്ല. ഒഴിഞ്ഞു എന്ന് പച്ചക്കള്ളം പറയുന്ന ആ പെൺകുട്ടി അടുത്ത വർഷം ജനുവരി 8-നും സ്കൂൾ കലോത്സവത്തിനും ആ പെൺകുട്ടിയും ആ പെൺകുട്ടിയുടെ ഭർത്താവും സന്തോഷത്തോടെ നിൽക്കുന്ന ചിത്രങ്ങളിൽ ചിലത് എനിക്ക് ധരിച്ച ധാരാളം തെളിവുകളിൽ ചിലത് മാത്രം അതിൽ 2 എണ്ണം സ്മൃതിജിക്ക് അയച്ചിട്ടുണ്ട്. എനിക്ക് സ്മൃതിജിയെ വിശ്വാസമാണ്. ജനങ്ങളുടെ കോടതിയിലാണ് നമ്മൾ കാര്യങ്ങൾ സമർപ്പിക്കേണ്ടത്. കോടതിയിലും ജനങ്ങളുടെ മാധ്യമങ്ങളാണ് ഞാൻ അയച്ചിട്ടുണ്ട്. രാഹുൽ, ഒരു കാര്യം നമ്മളിപ്പോൾ ഒരു സദാചാര വിഷയമല്ലല്ലോ ചർച്ച ചെയ്യുന്നത്. ഇതുപോലെ അയച്ചു കൊടുക്കുവാണ്. ചൂണ്ടിക്കാണിക്കല്ലേ തുപ്പിക്കാണിക്കും എന്നുള്ളതാണ് രാഹുൽ ഈശ്വർ കാണിക്കുന്നത്. ഇദ്ദേഹം ചെയ്ത തെറ്റ് ഇത്രയും പെട്ടെന്ന് ഇദ്ദേഹത്തിനെ ജയിലിൽ അടയ്ക്കാൻ പോലീസ് പിടിക്കാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം ഇത്രയും തെറ്റ് ചെയ്ത വ്യക്തിയെ ഇത്രയും ദിവസങ്ങൾ ഇത്രയും മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ഇദ്ദേഹത്തിനെ എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ ജയിലിൽ പോലീസ് പിടിക്കുന്നില്ല? ഈ പൊളിറ്റീഷ്യൻ ആയതുകൊണ്ട് അതിന്റെ ഒരു ബലത്തിലായി കറങ്ങി നടക്കുന്നത്. ഇത്രയും ചെയ്ത തെറ്റ് ആ സ്ത്രീ ഇനിയും ക്രൂഷ്യലായിട്ട് വേദന അനുഭവിക്കുന്ന മുന്നേ ഇദ്ദേഹത്തിന് ആ സ്ത്രീക്ക് നീതി കിട്ടണമെങ്കിൽ ഈ വ്യക്തിയെ എത്രയും പെട്ടെന്ന് പോലീസിൽ ജയിലിൽ അടയ്ക്കുകയല്ലേ ചെയ്യേണ്ടത്? രാഹുൽ ഈശ്വറിന് വരുന്ന പ്രശ്നം എന്താന്ന് വെച്ചാൽ രാഹുൽ ഈശ്വറിന്റെ അഭിപ്രായം ഇപ്പം ആരാണ് തെറ്റുകാരൻ? പലർക്കും പല അഭിപ്രായമുണ്ട്. നമ്മളത് സോഷ്യൽ മീഡിയ യൂട്യൂബിൽ പല വീഡിയോകളിൽ പല അഭിപ്രായമാണ് പലർക്കും ഉള്ളത്. ചിലർ പറയുന്നു ആ സ്ത്രീയാണ് കുറ്റക്കാരൻ, ചിലർ പറയുന്നു ഇത് ഹണി ട്രാപ്പാണ്, ചിലർ പറയുന്നു രാഹുൽ മാങ്കൂട്ടം ശരിയാണ് എന്ന് പല അഭിപ്രായങ്ങളാണ് നമുക്ക് കേൾക്കാൻ പറ്റുന്നത്. അതൊക്കെ പലരുടെ അഭിപ്രായം അവർ പറയുന്നു. പക്ഷെ രാഹുൽ ഈശ്വറിന്റെ കേസിലോട്ട് വരുമ്പോൾ അദ്ദേഹത്തിന് തെളിവുകളാണ് ഉള്ളത്. പുള്ളി ചില തെളിവുകൾ എടുത്ത് വായിൽ കൂടെ പറഞ്ഞിട്ട് അദ്ദേഹത്തിന് വളരെ വ്യക്തമായിട്ട് അത് ഒട്ടറച്ച് പറയാൻ പറ്റുന്നു. എങ്ങനെ അതങ്ങനെ പറയാൻ പറ്റുന്നു? പുള്ളിക്ക് ഇതിൽ എന്തെങ്കിലും പങ്കുണ്ടോ? പുള്ളിക്ക് ഇതിലെന്താണ് PR വർക്കാണ്? പുള്ളി ഫണ്ട് എടുത്ത് ഇതിൽ PR വർക്ക് നടത്തുവാണോ? നേരത്തെ ദിലീപിന്റെ വിഷയത്തിലും ഇതുപോലെ ആരോപിതനെ ഇത്രയും സപ്പോർട്ട് ചെയ്ത് പറയുന്ന സംസാരങ്ങളും നടത്തുന്നുണ്ട്. അപ്പം അതിന്നിലും ഇതുപോലെയാണ് ഇതേ കേസാണ് പുള്ളിക്കുള്ളത്. രാഹുൽ ഈശ്വറിനുള്ള വിഷയം ഇതാണ്. പുള്ളി എന്തുകൊണ്ടാണ് സ്വയമായിട്ട് ഇങ്ങനെ കുഴിയിൽ ചെന്ന് ചാടുന്നു? രാഹുൽ മാങ്കൂട്ടം കാണിക്കുന്ന പിറപ്പ് അതുപോലെ ഒന്നും അല്ലല്ലോ രാഹുൽ ഈശ്വർ കാണിക്കുന്നത്. അന്നത്തെ രാഹുൽ ഈശ്വറിനെ ഇത്രയും പെട്ടെന്ന് പോലീസ് പിടിക്കാൻ സാധിക്കുന്നു. രാഹുൽ മാങ്കൂട്ടം പല സംസ്ഥാനങ്ങൾ ഇങ്ങനെ ഊര് തണ്ടി നടക്കുന്നു. മാങ്കൂട്ടം തേങ്ങൂട്ടം ഏത് ചാണകക്കൂട്ടമാണെങ്കിലും എന്നാ ഇത്രയും തെറ്റ് ചെയ്ത ഒരു മനുഷ്യനെ ഇങ്ങനെ വെച്ചോണ്ട് ഇരുത്താമോ? പെട്ടെന്ന് ജയിലിൽ
കയറ്റി അതിനുള്ള ശിക്ഷ കൊടുക്കണം എന്നുള്ളതല്ലേ ചെയ്യേണ്ടത്. രാഹുൽ ഈശ്വർ ചെയ്യുന്ന തെറ്റിതാണ്. രാഹുൽ ഈശ്വർ കാണിക്കുന്ന മണ്ടത്തരങ്ങൾ ഇതാണ്. പുള്ളിക്കിങ്ങനെ തർപ്പിച്ച് കുറേ കാര്യങ്ങൾ പറയും. തർപ്പിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ എന്തോ തെളിവോ കാര്യങ്ങൾ വ്യക്തമായിട്ട് കൂടുതലുണ്ട്. പുള്ളിക്ക് ഇതിലെന്തോ പങ്കുണ്ടെന്നല്ലേ നമുക്കിതിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്തുകൊണ്ട് അത്രയും തർപ്പിച്ച് പറയാനായിട്ട് എന്തുണ്ട് പുള്ളിയുടെ കയ്യിൽ? അപ്പോൾ അതെന്തായാലും പോലീസ് കണ്ടുപിടിക്കും. അദ്ദേഹത്തിന് അതുകൊണ്ടാണ് ഇപ്പം പോലീസ് പിടിച്ചിരിക്കുന്നത് അല്ലേ? പുള്ളി കാണിക്കുന്ന കുറേ മണ്ടത്തരം, അത് മാത്രമേ ഉള്ളൂ. എന്താണെങ്കിലും കോടതി എത്രയും പെട്ടെന്ന് സത്യം തെളിയണം എന്നുള്ളതാണ് എനിക്കുള്ള എൻ്റെ ആഗ്രഹം. മറ്റൊന്നുമല്ല, തെറ്റ് ചെയ്തവനോ ചെയ്തവളോ ഈ ശിക്ഷ അനുഭവിക്കണം. അത് നിരപരാധി ആരാന്നും തെളിയണം അല്ലേ? അപ്പം എത്രയും പെട്ടെന്ന് ഞാൻ ആശംസിക്കുന്നു, കോടതി എത്രയും പെട്ടെന്ന് സത്യം തെളിയിക്കട്ടെ.